ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുൻപേ പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. ഇവിടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരാഹ്വാനമാണ് പൗലോസ് അപ്പോസ്തലൻ തരുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് സകല മനുഷ്യർക്കും സർവഭക്തിയോടും ഘനത്തോടും കൂടെ ജീവിക്കണം. അതുപോലെ തന്നെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കണം. അപ്പം ഈ സമാധാനത്തോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കണമെങ്കിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകൾ, ഇവിടുത്തെ നിയമപാലനങ്ങൾ, അതുപോലെ തന്നെ രാജ്യത്ത് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷന് എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയും ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അത് അധികാരികളാണ്. അപ്പോൾ അധികാരികൾ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. നിയമപാലനം നടത്തിക്കുന്നത് അവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എല്ലാ അധികാരങ്ങളും ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. കാരണം ദൈവമാണ് അധികാരികളെ നിയമിക്കുന്നത്. നല്ല ഭരണാധികാരികളാണെങ്കിൽ ദൈവത്തിന് ആ ജനത്തോട് കരുണ തോന്നിയതുകൊണ്ട് ആ നല്ല ഭരണാധികാരികളെ നൽകുന്നു. എന്നാൽ ദുഷ്ടന്മാരായ ഭരണാധികാരികളാണെങ്കിൽ അത് ജനത്തിൻ്റെ മേലുള്ള ഒരു ന്യായവിധിയും കൂടെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്വസ്ഥമായിട്ടുള്ള ജീവിതം നയിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ആരാണ്? അല്ലെങ്കിൽ ആരാണ് നമുക്ക് ആവശ്യമായതെല്ലാം തരുന്നത്? സ്വർഗത്തിലെ തമ്പുരാനാണ് നമുക്ക് തരുന്നത് എങ്കിൽ തന്നെയും അത് അധികാരികളിൽ കൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സമാധാനത്തോടും സന്തോഷത്തോടും നാം ജീവിക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ദൈവമായ കർത്താവിനെ നാം ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ നിയമവ്യവസ്ഥകളൊക്കെ അതിനനുകൂലമായിരിക്കണം. അല്ലാതെ നമുക്കത് സാധ്യമാകയില്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരോ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ വയ്ക്കുന്നുണ്ട്. കർത്താവ് നമുക്കത് സാധിപ്പിച്ചു തരുന്നുണ്ട്. എന്നാൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏത് ദൈവ മക്കളുടെയും അത് പ്രഥമമായ ഒരു ചുമതലയാണ്. കാരണം നമ്മൾ മാത്രം സുഖിച്ച് ജീവിച്ചാൽ പോരല്ലോ, മറ്റുള്ളവരും സുഖത്തോടും സൗഖ്യത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു നല്ല അവസ്ഥ ഒരു രാജ്യത്തുണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഭരണാധികാരികളായിരിക്കണം. അപ്പം നല്ല ഭരണാധികാരികൾ ഭരിക്കുമ്പോൾ അവർ രാജ്യത്ത് നന്മ പ്രവർത്തിപ്പാനും അത് ജനങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കാനും തക്കവണ്ണം എല്ലാ കാര്യങ്ങളും അവരുടെ നിയന്ത്രണത്തിൽ വരണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധിക്കണമെന്നെങ്കിൽ ഉയരത്തിൽ നിന്ന് ദൈവം വിചാരിച്ചാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ചിലപ്പോൾ നല്ല ഭരണാധികാരികൾ ഭരിക്കുമ്പോൾ അവർക്ക് എതിരായിട്ട് സംസാരിക്കുകയും അവർക്ക് പ്രയാസമുണ്ടാക്കുകയും അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടാകാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മോശമായിട്ടുള്ള ഭരണമാണെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യമില്ല പ്രതികരിക്കാനായിട്ട്, അങ്ങനെയും വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടും അല്ല, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ജനം ജീവിക്കുവാൻ തക്കവണ്ണം, സ്വാതന്ത്ര്യത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം, അതുപോലെ തന്നെ സമൃദ്ധിയിൽ തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിവർത്തിച്ചുകൊണ്ട് തന്നെ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശവും അധികാരവുമാണ്. അതിനുവേണ്ടി ഭരണാധികാരികളും
ആ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, അതുപോലെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നാം പ്രാർത്ഥിച്ചാൽ സ്വർഗം നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിക്കും. മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞത് ഓർക്കുക. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം പറയുന്നത്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരിടത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്കറിയാം? ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രാജ്യത്തിൻ്റെ നന്മ നമ്മുടെയും നന്മയാണ്. അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി തീരേണ്ടതിന് പ്രാർത്ഥിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല കൃഷിയൊക്കെ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഏവരുടെയും കടമയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിന്. ആമേൻ.